അപമാനം. പിന്നെ ഈ ഘട്ടത്തിലൊക്കെ നമ്മളൊരു കോമാളിയാവും. എൻ്റെ വീട്ടിൽ ഈ ബിൽഡിംഗ് ഇറങ്ങിയപ്പോൾ എൻ്റെ പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര നാണം. വീട്ടുകാരോടൊക്കെ പറയാം, ഓ അവൻ കാണിക്കണ കോമാളിത്തരം. അപ്പൊ ഞാൻ അവരോട് മറുപടി പറഞ്ഞു, ഇന്നിപ്പോ നിങ്ങളുടെ പേര് കൊണ്ട് ഞാൻ അറിയുമ്പോൾ നാളെ എൻ്റെ പേര് കൊണ്ട് നിങ്ങളെ ഞാൻ അറിയിക്കും, വെല്ലുവിളിച്ചു. അതിന്റെ ഓരോ ചുവടുവയ്പ്പാണ് ഇത്. പിന്നെ അവനവന്റെ കഴിവ് അവനവൻ തന്നെ എടുക്കണം. നമ്മളെ കീഴ്പോട്ടെ 100 പേര് നമ്മളെ മോശം പറഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കാണ് കാരണം. ഒരാളെ നമ്മൾ ഇതാക്കണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, ഒരുപാട് നിൽക്കണ്ട. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആരായിക്കോട്ടെ, ജാതിയോ മതോ രാഷ്ട്രീയോ പിന്നെ സമുദായം എന്തായിക്കോട്ടെ, പണം എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് വില തരുന്നവർക്ക് മാത്രം നിങ്ങൾ തിരിച്ചു വില കൊടുക്കുക. നിങ്ങളുടെ വില കൊടുക്കാത്ത ഒരു പൊന്നുപോലും നിങ്ങൾ വില കൊടുക്കരുത്. അങ്ങനെ വില കൊടുക്കുമ്പോൾ എല്ലാവരും സമന്മാരാവും, തുല്യരാവും. അത് ഓർമ്മിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിന്റെ പ്രകാശന കർമ്മം ഓഡിയോ ലോഞ്ചിങ്ങിനായി നമുക്ക് ബഹുമാനപ്പെട്ട ഉദ്ഘാടനത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സംവിധായകനായ ആന്റണി സാറും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, കഴിഞ്ഞു. അപ്പോ ഒരു 1-2 ഉപദേശം എനിക്കിനി മൈക്ക് കിട്ടിയാൽ എന്റെയും ഈ ടീമിലുള്ള എല്ലാവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ്. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നല്ല മനസ്സിന്റെ ഉടമയും എല്ലാ കാര്യത്തിനും വേണ്ടി ഒരു മടിയും കൂടാതെ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീമാൻ രാമചന്ദ്രൻ മാസ്റ്ററിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാസ്റ്റർ എത്തിയിട്ടില്ല. എത്തുന്ന നിമിഷം നമുക്ക് മാസ്റ്റർ സ്വാഗതം ചെയ്യാവുന്നതാണ്. മാസ്റ്ററിന് ഒരു പരിപാടി ഉണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു. കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് മെല്ലെ വന്നാൽ മതി എന്ന് ഞാൻ അറിയിച്ചിരുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും സുപരിചിതനായ കല്ലടിക്കോട് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറും മണ്ണാർക്കാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമാൻ യൂസഫ് പാലക്കിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് കഴിയുമ്പോൾ പൂർണ്ണ വിശ്വാസം. ആരും നിരാശപ്പെടേണ്ട, ഫോൺ കോളൊന്നും വേണ്ട. അതിനുള്ള കഥയൊക്കെ എഴുതാം. ഇത്ര ആവാക്കി ഭാഗ്യം കൂടി കൂട്ടിക്കൊഴിക്കാൻ എനിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം, പേടിക്കണ്ട. അപ്പൊ ഞാനിത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിനെ ഓർത്തിട്ട് പോയി പോയി അതിന്റെ ആക്ഷൻ പോയി ബോംബായിരിക്കോ ഓക്കെ ഓക്കെ താമസാണ് കൊടുത്തത്.